സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡ് ആണ്, യൂറോപ്യൻ മാർക്കറ്റും കംപ്ലീറ്റ്ലി റെഡ് ആണ്, ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SCT കമ്പോസിറ്റ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ റെഡിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 30 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 19,746 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ക്രൂഡ് ഓയിൽ ഇന്നലെ 89.63 ആയിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും വർദ്ധിച്ചിട്ട് 90.26 മാറിയിട്ടുണ്ട്. വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ കറൻസിക്ക് അതൊട്ടും നല്ലതല്ല. ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ $1914 ഇന്നുള്ളത്. ഇന്നലെ $1932 ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് 16 രൂപയോളം കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 83.1 ഇന്നുള്ളത്. ഇന്നലെ അത് 83.08 ആയിരുന്നു. വീണ്ടും ഒരു 2 പൈസ സ്ലിപ്പായിട്ടുണ്ട്. എന്തായാലും ഗ്ലോബൽ മാർക്കറ്റ് നോക്കി നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ നോക്കിയാൽ നമുക്ക് നേരെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം. ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ഇന്ന് 61 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു തന്നത്. സത്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞത് മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം, ഒരു സിഗ്നൽ പോലും തരാതെ വളരെ സ്മൂത്തായിട്ട് മാർക്കറ്റ് താഴോട്ട് പോയി. അതുകൊണ്ട് തന്നെ മുൻ പ്രവചനങ്ങൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം പ്രവചനങ്ങൾ വെറും പ്രവചനങ്ങൾ മാത്രമാണ്. മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോകും. മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് മാർക്കറ്റിൻ്റെ കൂടെ പോയി ട്രേഡ് എടുക്കാതിരിക്കരുത്. മാർക്കറ്റിൻ്റെ വഴിക്ക് പുറകെ തന്നെ നിങ്ങൾ പോവുക. ബാക്കി പ്രവചനങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗപ്പെടുത്തുക. ഓൾറൈറ്റ്, 61 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റി. 139 പോയിന്റ് അഥവാ 0.7% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,840 നിന്ന് 98 പോയിന്റ് നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. 19,742 ഇന്നത്തെ ക്ലോസിങ്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 159 പോയിന്റിന്റെ നഷ്ടമാണ് ഇന്നത്തെ ക്ലോസിംഗ് ആയിട്ട് ഉണ്ടായിരിക്കുന്നത്. BSE സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 192 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 480 പോയിന്റിന്റെ അഥവാ 0.72% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 66,608 നിന്നും 378 പോയിന്റ് നഷ്ടത്തിൽ 66,230 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 571 പോയിന്റ് താഴെയാണ് മാർക്കറ്റ്. നല്ല രീതിയിൽ ബെയറിഷ് ആയിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് 2 ദിവസം കൊണ്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 2.79% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 10.82 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകളായ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 205 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 684 പോയിന്റ് അഥവാ 1.51% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 45,179 നിന്നും 556 പോയിന്റ് നഷ്ടത്തിന് 44,623 ഇന്ന് ഇന്ത്യ വിക്സ് ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 761 പോയിന്റ് താഴെയായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 99 പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 233 പോയിന്റിന്റെ അഥവാ 1.16% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 20.05 നിന്ന് 191 പോയിന്റ് നഷ്ടത്തിൽ 19,814 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 290 പോയിന്റ് താഴെയായിട്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 9,132 കോടിയുടെ ബൈങ്ങും 12,139 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,007 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7,860 കോടിയുടെ ബൈങ്ങും 6,702 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,158 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ കാഴ്ചവെച്ചത്. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1,849 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും, അതായത് 18-ാം തീയതിയും 20-ാം തീയതിയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അവർ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. 18-ാം തീയതി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ ലാഭമെടുപ്പ് തുടർന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്നലെ അത് കുറച്ചുകൂടെ വർദ്ധിച്ചു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,600 കോടിയോളം സെല്ലിംഗ് ചെയ്തു. ഇന്നും അതേപോലെ തന്നെയാണ് 3,000 കോടിയുടെ സെല്ലിംഗ് ആണ് അവർ ചെയ്തത്. ഈ മാസത്തെ ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16,934 കോടിയുടെ സെല്ലിംഗ് നടത്തി. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,368 കോടിയുടെ ബൈങ് ആണ് നടത്തിയിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 5,566 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. 5,566 കോടി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പുറത്തോട്ട് പോയി, അല്ലെങ്കിൽ പിൻവലിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. ഓരോ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ. അതും വലിയ ഗ്രീൻ എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട് എന്നേ ഉള്ളൂ.
0.03% ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ ഇന്ന് ബെയറിഷ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവിലാണ് ക്ലോസിംഗ് തന്നിരിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്കാണ് ഏറ്റവും ഹയസ്റ്റ് ലോസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെക്ടർ, 2.28%. ഇനി ETF നോക്കുകയാണെങ്കിൽ എല്ലാ ETF ഇന്ന് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഗോൾഡ് ബീസ് ആണെങ്കിൽ 0.22% ഒരു ലോസാണ് ഉണ്ടാക്കിയത്. അതേസമയത്ത് ബാങ്ക് ബീസ് 1.89% നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ നഷ്ടം തന്നെയാണ്, തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. ഇനി മേജർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹിൻപെട്രോ, REC ലിമിറ്റഡ്, ട്രെൻഡ്, അദാനി പോർട്സ്, ടെക് മഹീന്ദ്ര, ഡോക്ടർ റെഡ്ഡി, ഏഷ്യൻ പെയിന്റ്സ്, ഭാരതി എയർടെൽ, കുമിൻസ് ഇന്ത്യ, BPCL, ഇൻഫി, ബ്രിട്ടാനിയ, ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ചെറിയ രീതിയിൽ ലാഭത്തിലാണ് അവസാനിച്ചത്. ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്റ്റോക്കുകൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷേ 1.96% ആണ് ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയത്ത് ICICI പ്രൂലി, ബാങ്ക് ഓഫ് ബറോഡ, M&M, ICICI ബാങ്ക്, ഇന്ത്യൻ ഹോട്ടൽസ്, സിപ്ല, ഭാരത് ഫോർജ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, SBIN, വേദാന്ത ലിമിറ്റഡ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, അൾട്രാടെക് സിമെന്റ്, ഇത്രയും കമ്പനികൾ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നഷ്ടമാണ് കൂടുതൽ, ലാഭത്തേക്കാൾ കൂടുതൽ. ഹയസ്റ്റ് പ്രോഫിറ്റ് 1.69% ആണെങ്കിൽ ഹയസ്റ്റ് ലോസ് എന്ന് പറയുന്നത് 3.59% ആണ്. അതേപോലെ ഏറ്റവും ഈ ലിസ്റ്റിൽ 2.03% ഏറ്റവും ചെറിയ ഒരു ലോസ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ NSEയിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ 544 സ്റ്റോക്കുകൾ ലാഭവും 1484 സ്റ്റോക്കുകൾ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആണ്. ഇനി പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.83 ആണ്. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് പറയാം, ബെയറിഷോ അല്ല ബുള്ളിഷോ അല്ലാതെ. 19,742 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ, സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് 27 പോയിന്റ് മുകളിലായിട്ട് 19,769 മാർക്കറ്റ് ഇന്ന് ഫ്യൂച്ചർ ഇന്ന് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇവിടെ 71 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് കുറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഒന്നുകിൽ സ്പോട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ താഴോട്ട് വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള ഈ കഴിഞ്ഞ 5 ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 5 ദിവസത്തേക്കാളും താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.73 ആണ്. ഇന്നലെ ബെയറിഷ് ആയിരുന്നു, ഇന്നും ബെയറിഷ് എന്നൊരു സിഗ്നൽ തന്നെയാണ് നമുക്ക് തരുന്നത്. 44,624 സ്പോട്ട് അവസാനിച്ചത്. അവിടെ നിന്ന് 48 പോയിന്റ് മുകളിലായിട്ട് 44,671 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ ഫ്യൂച്ചറിന്റെ പ്രൈസിനേക്കാളും താഴെയാണ് ഇന്നത്തെ ക്ലോസിങ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ 20,000-ലാണ്. 20,079 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തത്. ഇനി താഴോട്ട് പോകുകയാണെങ്കിൽ സപ്പോർട്ട് ലൈനായിട്ട് 19,500-ൽ 65 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഈസി ആയിട്ട് മുകളിലോട്ടോ താഴോട്ടോ കയറി പോയേക്കാം. പക്ഷേ ഇവിടെ 19,800 കട്ട് ചെയ്ത് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. 3,07,00,000 കോളും 3,33,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR വരുന്നത് 1.1 ആണ്. ദെൻ 19,742 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇത് അടുത്ത ഒരാഴ്ചത്തേക്കുള്ള, അടുത്ത വ്യാഴാഴ്ച എക്സ്പയറി ആവുന്ന ഡാറ്റയാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയുടേത് എന്തായാലും ഈ ആഴ്ചത്തെയും അടുത്ത ആഴ്ചത്തെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് 45,000-ലാണ്. അപ്പോൾ മുകളിലോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, താഴോട്ട് ഇറങ്ങി വരാനായിരിക്കും ഈസി ആയിട്ടുണ്ടാവും. 1 കോടി കോളും 1,12 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ PCR വാല്യൂ വരുന്നത് 1.1 ആണ്. 44,623 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫിൻ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 20,000-ലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത്. 59 ലക്ഷം കോളും 61 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR 1 ആണ് വരുന്നത്. 19,814 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ലൈനിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതായത് 9,000-ലാണ്, 9,000-ന് മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. 11 ലക്ഷം കോളാണ് പുട്ടാണ് അവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ 46 ലക്ഷം കോളും 48 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR വരുന്നത് 1 ആണ്. 9,076-ലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നാളത്തേക്ക് പ്രധാന റിസൾട്ടുകൾ പെന്നി സ്റ്റോക്ക് 3-4 മാത്രമേ ഉള്ളൂ. അതേപോലെ കോർപ്പറേറ്റ് ആക്ഷൻസ് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അടുത്ത വ്യാഴാഴ്ച ഇനി ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നാളത്തേക്കുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് ഫ്രൈഡേ 22 സെപ്റ്റംബർ 2023 ജപ്പാൻ നാഷണൽ കോർ CPI, ജപ്പാൻ BOJ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, UK റീറ്റെയിൽ സെയിൽസ്, SCOB ജർമ്മനി മാനുഫാക്ചറിംഗ് PMI, HCOB ജർമ്മനി സർവീസസ് PMI, HCOB യൂറോസോൺ മാനുഫാക്ചറിംഗ് PMI, HCOB യൂറോസോൺ കമ്പോസിറ്റ് PMI, HCOB യൂറോസോൺ സർവീസസ് PMI, S&P ഗ്ലോബൽ US മാനുഫാക്ചറിംഗ് PMI, US S&P ഗ്ലോബൽ കമ്പോസിറ്റ് PMI, US S&P ഗ്ലോബൽ സർവീസസ് PMI, US ബ്രേക്കർ ഹ്യൂഗ്സ് ഓയിൽ റിഗ് കൗണ്ട്
ആൻഡ് US ബേക്കർ ഹ്യൂഗ്സ് ടോട്ടൽ റിഗ് കൗണ്ട്. ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഞങ്ങളുടെ ഇന്നത്തെ പേപ്പർ ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 7,869 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 4 ട്രേഡിംഗ് ഡേയ്സിൽ ഞങ്ങൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു കഴിഞ്ഞ, അതായത് 18-ാം തീയതി ലോസ് ആയിരുന്നു 2,900, 14-ാം തീയതി 13,000 ലോസ് ആയിരുന്നു, 11-ാം തീയതി 4,800 ലോസ് ആയിരുന്നു, ദെൻ 5-ാം തീയതി 12,000 ലോസ് ആയിരുന്നു. എന്തായാലും ലോസിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ 20,000 രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു. അതിൻ്റെ ഓരോ ദിവസങ്ങളിലും കുറേ ദിവസം നമ്മൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇന്നത്തെ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ 16 ട്രേഡുകളാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ആവറേജ് 491 രൂപയാണ് ഒരു ട്രേഡിൽ പ്രോഫിറ്റായിട്ട് വന്നിരിക്കുന്നത്. 7,869 രൂപ, അതായത് 3.93% ക്യാപിറ്റലിൻ്റെ 2 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇന്ന് ലോസ് വന്നിരിക്കുന്നത് 11,436 പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 19,306. റിസ്ക് റിവാർഡ് റേഷ്യോ ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് 1:1.69 എന്നതാണ്. തീർച്ചയായിട്ടും നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇത് ടോട്ടൽ ട്രേഡിൻ്റെ കാര്യമാണ്, ഒരു എടുത്തിരിക്കുന്ന എല്ലാ ട്രേഡിൻ്റെയും കാര്യം. ഇനി നമുക്ക് ഓരോ ഇൻഡിപെൻഡൻറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് ഒറ്റ ട്രേഡ് എടുത്തിട്ടുള്ളൂ. 2,995 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 6 ട്രേഡുകൾ എടുത്തു. 6 ട്രേഡിൽ ഒരു സുഖകരമല്ലാത്ത രീതിയിൽ ബാങ്ക് നിഫ്റ്റി കുറേ ദിവസമായിട്ട്, കുറേ നാളായിട്ട് നമ്മളിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4,556 രൂപയുടെ ലോസും 5,442 രൂപയുടെ പ്രോഫിറ്റും ഉണ്ടായി. റിസ്ക് റിവാർഡ് റേഷ്യോ 1:1.19 എന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് കിട്ടിയിരിക്കുന്നത്. 886 രൂപയുടെ മാത്രം പ്രോഫിറ്റാണ് അതിൽ കിട്ടിയത്. 6 ട്രേഡിന് മിക്കവാറും ബ്രോക്കറേജ് കഴിയുമ്പോൾ അതിനകത്തൊന്നും തന്നെ ഉണ്ടാവില്ല. ഫിൻനിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റി 468 രൂപയുടെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. 3 ട്രേഡ് എടുത്തു. അതിൽ ഒരെണ്ണം പ്രോഫിറ്റ്, 2 സ്റ്റോപ്പ് ലോസ് ആണ്. 2,728 രൂപയുടെ ലോസും 3,196 രൂപയുടെ പ്രോഫിറ്റുമാണ് ഉണ്ടായിരിക്കുന്നത്. റിസ്ക് റിവാർഡ് റേഷ്യോ 1.17 ആണ്, 1:1.17. അത് വളരെ റിസ്ക് റിവാർഡ് റേഷ്യോ മോശമൊന്നുമല്ല, പക്ഷേ ആ ഒരു റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മിഡ് ക്യാപ്പിൽ ഇന്നും ട്രേഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. സെൻസെക്സിൽ ഇന്ന് കുഴപ്പമില്ലായിരുന്നു. 2 ട്രേഡ് എടുത്ത് ഒരെണ്ണം സ്റ്റോപ്പ് അടിച്ച് ഒരെണ്ണം ടാർഗറ്റ് കിട്ടി. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ 1.73 കിട്ടി, 1:1.73. നല്ല റിസ്ക് 1.5ൻ്റെ മുകളിൽ കിട്ടുന്നത് നല്ലതാണ്. 1,495 രൂപയുടെ ഒരു പ്രോഫിറ്റാണ്. ബാങ്ക് എക്സിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യാറില്ല. സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് 2,025 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടായത്. 4 ട്രേഡ് എടുത്തു. റിസ്ക് റിവാർഡ് റേഷ്യോ 1:1.96 കിട്ടിയിട്ടുണ്ട്. നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അതായത് ഒരു ട്രേഡിൽ 2,100 രൂപ ലോസ് പോയി, 4,100, മറ്റൊരു 3 ട്രേഡുകളിലും കൂടിയിട്ട് 4,125 രൂപയുടെ പ്രോഫിറ്റ് വന്നു. ഈ മാസം നോക്കുകയാണെങ്കിൽ 1,46,172 രൂപയുടെ പ്രോഫിറ്റാണ്, 73%. ആവറേജ് പ്രോഫിറ്റ് പെർ ട്രേഡ് നോക്കുകയാണെങ്കിൽ 844 രൂപയാണ്. 173 ട്രേഡാണ് ഈ മാസത്തിൽ എടുത്തിരിക്കുന്നത്. ദെൻ റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 1:2.18 ആണ്. കുഴപ്പമില്ലാത്ത നല്ല സൂപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഈ മാസം കുഴപ്പമില്ലാത്ത, ഏറ്റവും എനിക്ക് തോന്നുന്നു മിഡ് ക്യാപ്പാണ് ഇപ്പോഴും വിജയിച്ച് നിൽക്കുന്നത്. കാരണം 10 ട്രേഡിൽ നിന്നും 25,000 രൂപയുടെ പ്രോഫിറ്റ്. അതേപോലെ ഇവിടെ പിന്നെയുള്ള സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ്. 42 ട്രേഡിൽ നിന്നും 34,000 രൂപയുടെ ഹയസ്റ്റ് പ്രോഫിറ്റാണ്. 22 ട്രേഡിൽ നിന്നും സെൻസെക്സിൽ 38,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ നിഫ്റ്റിയിൽ 29 ട്രേഡിൽ നിന്നും 25,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. 41 ട്രേഡാണ് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തത്. 5,000 രൂപയുടെ പ്രോഫിറ്റ് മാത്രമേ അതിനകത്ത് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അത് നാളെ ഒരു 2 ലോസ് അടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും സീറോയിലേക്ക് തന്നെ എത്തും. അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഈ മാസത്തിൽ 4 ഡേയ്സ് നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ദിവസങ്ങളിൽ പ്രോഫിറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൽ കാര്യമായിട്ട് നിഫ്റ്റിയിൽ ഒന്നും തന്നെ പറയാനില്ല. കാരണം ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല ഇന്ന് മാർക്കറ്റ് പോയിരിക്കുന്നത്. ബട്ട് ലോവർ ലെവലിൽ അതെന്തായാലും ആ സമയത്തേക്ക് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞുതരാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇൻ കേസ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 19,750 റേഞ്ചിൽ നിന്നും തിരിച്ച് മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ അവിടെ വരെ ടാർഗറ്റ് വെച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന രീതിയിലായിരുന്നു ഇന്നലെ സംസാരിച്ചത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഓപ്പണിംഗ് ഇതിനേക്കാളും കുറച്ചുകൂടെ മുകളിലായിരുന്നു. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ തിരിച്ചിറങ്ങി വരുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഇത്രയും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ കുഴപ്പമില്ല. പക്ഷേ താഴോട്ട് വന്നത് കൃത്യമായിട്ടും അത് ആ ഒരു ലെവലിൽ 19,743 എന്നുള്ള ആ ഒരു റാസ് ലെവൽസിൻ്റെ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അത് വന്നിട്ട് അവിടെ പോയി നിന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായ ഒരു മൂവ്മെൻറ്റ് കാശാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടിയുമില്ല. അതാണ് ഇന്ന് പറ്റിയ നിഫ്റ്റിയിൽ. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഔട്ട് ഓഫ് റേഞ്ചാണ് കംപ്ലീറ്റും പോയിരിക്കുന്നത്. നല്ല ഫോള് ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. അത്യാവശ്യം
നല്ല പ്രോഫിറ്റ് എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നാൽ എല്ലാവരും ഈ റാസ് ലെവൽസിൻ്റെ ട്രേഡ് എടുക്കാൻ തോന്നുന്നു, കണ്ടിന്യൂസ് ഫോളോ വന്നിട്ട് പെട്ടെന്ന് തിരിച്ച് കയറി വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും. അതായത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകുമ്പോൾ തന്നെ അത് ഹിറ്റാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ ബാക്കി ബാങ്ക് നിഫ്റ്റി എല്ലാവരും ഒരുവിധം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ യെസ്റ്റർഡേ ലോയിൽ പോയിട്ട് മാർക്കറ്റ് റിജക്ഷൻ വരുമ്പോൾ തന്നെ ഇന്ന് താഴോട്ടാണ് എന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. ദെൻ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് എന്താ പറയുക, യെസ്റ്റർഡേ ലോൻ്റെ താഴെ ഓപ്പണായി അവിടുന്ന് ചെറുങ്ങനെ പതുക്കെ താഴോട്ടിറങ്ങി അങ്ങ് പോയി. സെൻസെക്സിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് ആ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് സെൻസെക്സിലും കിട്ടിയത്. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. നിങ്ങളിൽ എത്ര പേര് സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച മുതൽ ഇതിന് കൃത്യമായൊരു ട്രേഡ് പ്ലാനൊക്കെ പറഞ്ഞു തരാൻ പറ്റും. എൻ്റെ അറിവിൽ നമ്മളെ കൂട്ടത്തിൽ 3-4 പേര് മാത്രമേ ഉള്ളൂ. അവരും റെയർ കേസിൽ മാത്രമേ ഈ ട്രേഡുകൾ എടുക്കാറുള്ളൂ. സോ ആരെങ്കിലും സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ ഡാറ്റ ഇതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് അടക്കം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. സോ ആർക്കും ആവശ്യമില്ലെങ്കിൽ വെറുതെ അതിനുവേണ്ടി മെനക്കെടണ്ട എന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്. അപ്പോൾ നിഫ്റ്റി ഇനി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ റേഞ്ചിനകത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, അന്ന് ഒരു ദിവസം പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞത് കരുനാക്കാകാതിരിക്കട്ടെ മാർക്കറ്റ് കയറിപ്പോട്ടെ എന്ന്. പക്ഷേ ആ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് നമ്മളെ റേഞ്ചിൻ്റെ പുറത്ത് പോയാൽ തിരിച്ച് റേഞ്ചിനകത്തേക്ക് വരാറുണ്ട്. സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. സോ ഇപ്രാവശ്യം അത് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഫർദർ ഫോളോ തന്നെയാണ്. അപ്പോൾ നോക്കാം മാർക്കറ്റ് എങ്ങോട്ടാണ് നാളെ മുതൽ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ റേഞ്ചിനകത്ത് വന്നതുകൊണ്ട് തന്നെ ഇനി ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് കിട്ടേണ്ടത് 19,600 ലെവലിലാണ്. അവിടത്തേക്ക് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1-2 ദിവസം കൊണ്ട് ആ ലെവലിലേക്ക് ഇറങ്ങിയെത്തിയുമായിരിക്കും. കാരണം ഓവറോൾ വേൾഡ് മാർക്കറ്റും ഇപ്പോൾ ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ് കാണിക്കുന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റിയാണ് വീഴ്ചയുടെ ശക്തി കൂട്ടിയ ടീം. കാരണം ഭയങ്കര പവറിലാണ്. ഇന്നൊക്കെ പോയ പോക്ക് കണ്ടില്ലേ, ക്യാൻഡിൽ ശരിക്കും വലിഞ്ഞങ്ങ് പോവായിരുന്നു. ഇത് നല്ലൊരു സപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 44,478 ഒരു 500 ലെവലിൽ അവിടെ നിൽക്കുമെന്ന് വിചാരിക്കാം. ഇനി അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാര്യങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങിപ്പോവും. ദെൻ ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഡിറ്റോ തന്നെയാണ്, അതിൻ്റെ ഒരു കോപ്പി തന്നെയാണ്. കണ്ടില്ലേ, പവർഫുള്ളായിട്ട് വീണിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ ചെറിയൊരു റിജക്ഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. കാരണം ഫിൻ നിഫ്റ്റിയുടെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്ടില്ലേ, ഈ ഒരു സോണിൽ അവിടെ സൈഡ് വൈസ് മാർക്കറ്റാണ് വരാറുള്ളത്. സോ ലോവർ ലെവലിൽ നമ്മൾ ഈ ഒരു 19,392 പോയേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ഥലത്ത് സൈഡ് വൈസ് മാർക്കറ്റ്. പക്ഷേ ഈ ഒരു വീഴ്ചയുടെ സ്പീഡ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായി എന്തൊരു പോക്കാ പോകുന്നത് എന്നല്ലേ. തീർച്ചയായിട്ടും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഫോളാണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ മിഡ് ക്യാപ്പിലാണെങ്കിൽ മിഡ് ക്യാപ്പും അതിൻ്റെ ടാർഗറ്റ് ഇവിടെ തന്നിട്ട് തിരിച്ചിറങ്ങുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സോണിൽ കടന്ന് കറങ്ങിയിട്ട് തിരിച്ച് താഴോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി സെൻസെക്സിലാണെങ്കിൽ സെൻസെക്സ് നമ്മുടെ റേഞ്ചിൻ്റെ പുറത്ത് പോയിരുന്നു. റാസ് ലെവൽസിൻ്റെ പുറത്തായിരുന്നു ട്രേഡിങ് നടന്നുകൊണ്ടിരുന്നത്. സാധനം തിരിച്ച് റേഞ്ചിനകത്തേക്ക് കടന്നിട്ടുണ്ട്. സോ നോക്കാം ഇനി എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ഡാറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമാകാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സിമ്പിൾ മൈൻഡ് സെറ്റിന് ലോജിക്കിന് അക്സെപ്റ്റബിൾ ആവുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് എടുക്കുക. മറ്റുള്ളതൊക്കെ തള്ളി മറിക്കുന്നതാണെന്ന് കരുതിയിട്ട് അങ്ങ് ഒഴിവാക്കി വിടുക. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം. കംപ്ലീറ്റ്ലി വേദവാക്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എടുക്കരുത്. ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എനിക്ക് കിട്ടുന്ന ഡാറ്റ പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന എൻ്റെ അനാലിസിസിൽ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എൻ്റെ അനാലിസിസ് എന്ന് പറയാൻ ഞാൻ അത്രയും ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ അനലിസ്റ്റോ ഒന്നും അല്ല. ഞാനൊരു ട്രേഡർ മാത്രമാണ്. സോ എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഊഹിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പ്രശ്നം വരും. അപ്പോൾ നിങ്ങളുടെ ലോജിക്കിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എടുക്കുക. മറ്റുള്ളതെല്ലാം തന്നെ എന്താ പറയുക, അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളഞ്ഞേക്കുക. ഓൾറൈറ്റ്. ദെൻ വീഡിയോയുടെ ലെങ്ത് ഞാൻ പരമാവധി ഷോർട്ടൻ ചെയ്തിട്ടാണ് പോകുന്നത്. സോ ഫിൻ നിഫ്റ്റിയുടെ സെൻസെക്സിൻ്റെ ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.